വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു 3.5 കിലോമീറ്ററോളം ദൂരെ എത്തി. ഇവിടെ വന്നപ്പോൾ തിത്തില സൈക്കിളിൽ ഇറങ്ങി. ഒരു ലക്ഷ്യമില്ലാത്ത യാത്ര കേട്ടോ. എങ്ങോട്ടാണെന്നും അറിയത്തില്ല, അങ്ങ് പോവാ എന്നുള്ളതേ ഉള്ളൂ. മഴ ഇല്ല, നല്ല വെയിലുണ്ട്. ഇനി മഴ പെയ്യുമെന്നും അറിയത്തില്ല. അതുപോലെ തിത്തില സൈക്കിളിൻ്റെ താക്കോൽ ഇതല്ലായിരുന്നു. താക്കോൽ തിത്തിലിയും ചമ്മേലിയും ട്യൂഷൻ വീട്ടിലായിരുന്നു. അവിടെ പോയി താക്കോലൊക്കെ മേടിച്ച് ഇനി കരിയിലക്കുളങ്ങരയിലോട്ടാണ് പോകുന്നത്. ഈ കരിയിലക്കുളങ്ങരയിലേക്ക് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ഉണ്ട്. അങ്ങനെ കരിയിലക്കുളങ്ങര എത്തി. ഇവിടുന്ന് എങ്ങോട്ട് പോകണമെന്ന് തന്നെ ആലോചിക്കുന്നത്. അവിടെ ചെന്നിട്ട് ആലോചിക്കും. കരിയിലക്കുളം ജംഗ്ഷനിൽ ചെന്ന് അങ്ങനെ കരിയിലക്കുളങ്ങരയിൽ നിന്ന് നമ്മൾ തെക്കോട്ട് തിരിഞ്ഞു കേട്ടോ. തെക്കോട്ട് തിരിഞ്ഞ് ഇപ്പോൾ പുത്തൻ റോഡ് എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൊറ്റുകുളങ്ങര എത്തി കേട്ടോ. ഭയങ്കര വെയിലാണ്. ഭയങ്കര വെയിൽ. സൈക്കിൾ ഓട്ടി ഒരു പരുവായി. ഇവിടെ വന്നപ്പോൾ വരുന്ന വഴിക്ക് പലരെയും കണ്ട് നമുക്ക് പരിചയക്കാരെ സംസാരിക്കാൻ കഴിഞ്ഞു കേട്ടോ. വീഡിയോ കാണുന്നവരെയൊക്കെ കണ്ട് അങ്ങനെ 1-2 പേരെ സംസാരിക്കാൻ കഴിഞ്ഞു. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അവരും തിരക്കായിരുന്നു. ഏതാണ്ട് ഇവിടെ വന്നപ്പോ നമ്മൾ വേറെ പരിചയക്കാരൊക്കെ ഉണ്ട്. അബീബി സ്വീറ്റ് പായസം. അമ്മേ മനസ്സിലായി തന്നെ? മനസ്സിലായില്ലേ? അമ്മയുടെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ള ഇവിടുന്ന് ഒരു എന്റെ മുളകൊടിയും മേടിച്ചിട്ടുള്ള അല്ലേ? മല്ലിപ്പൊടി മേടിച്ചായിരുന്നു. പിന്നെ അതല്ല, അവിടുന്ന് എന്താ കട മാറ്റിയേ? റോഡ് പണി കാരണം മാറ്റിയോ അല്ലേ? ഇപ്പൊ ഇത് കൊറ്റുകുളങ്ങര. ഇപ്പൊ അമ്മ കൊറ്റുകുളങ്ങര അല്ലേ? ഈ റോഡ് പണി കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറേണ്ടി വരും. കച്ചവടമൊക്കെ ഉണ്ട്. വെയിലാണ്ട് നല്ല ക്ലാരിറ്റി ഇല്ല, എന്നാലും കുഴപ്പമില്ല. എന്നാ ശരിയാമ്മേന്നാ, ഞാനേ സൈക്കിൾ സവാരിയായിട്ട് ഇറങ്ങിയതാ. ലക്ഷ്യമൊന്നുമില്ല, അങ്ങ് പോവാ. അതുകൊണ്ട് ഒരുപാട് പേരെ കാണാൻ കഴിയും. ഇവിടന്മാരെ അതിനുള്ളിൽ എത്ര പേരായിട്ട് സംസാരിക്കാൻ പറ്റുമെന്നറിയോ? ഇത് എന്റെ സന്തോഷം ഇതൊക്കെ. വീഡിയോ ചെയ്തുതരും. ഇക്കടം ചെയ്യണമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ചെയ്യും. നമ്മൾ അതിനു വേണ്ടിയല്ലേ നടക്കുന്നത്. അത് ശരി, ഞാൻ പോട്ടെ. വെയിലത്ത് ഞാൻ യാത്ര ചെയ്യുന്നതിന് അമ്മ എനിക്കൊരു തൊപ്പി തന്നു കേട്ടോ. അമ്മ എനിക്ക് തൊപ്പി തന്നതിലും സന്തോഷം. അമ്മ സ്നേഹത്തോടെ വന്നതല്ലേ, തൊപ്പി ഇരിക്കട്ടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി. തൊപ്പി അങ്ങനെ ഉണ്ട്. അങ്ങനെ ഈ തൊപ്പി വെച്ചോണ്ടോ അല്ലേ അമ്മ? നല്ല തൊപ്പി. ഇനി ഒരുപാട് പേരെ കണ്ട് ആരെല്ലാം എനിക്ക് കാണാൻ പറ്റും, സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഏതായാലും പോട്ട് വരാമേ കേട്ടോ. ആ നമ്പര് വിളിച്ചാൽ മതി. ഓ ശരി. അങ്ങനെ MSM കോളേജും കഴിഞ്ഞ് നമ്മുടെ എന്താ പറയുന്നേ, കായംകുളം പാലം ആകാറായിട്ടുണ്ട്. കായംകുളം പാലം അങ്ങനെ കേറി ഇറങ്ങുക. അവിടെ ബസ് സ്റ്റാൻഡിന്റെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. നല്ല പൊരിഞ്ഞ വെയിലാണ് കേട്ടോ. അങ്ങനെ പുതിയടുത്ത് അമ്പലം കഴിഞ്ഞ് സ്ഥലപ്പേര് കറക്റ്റ് ഓർക്കുന്നില്ല. ഒരു അമ്മ ലോട്ടറി ആയിട്ട് ഇരിപ്പുണ്ട്. ഈ അമ്മ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തയാ. അവർക്ക് എന്നെ തിരിച്ചറിയോ ഇല്ലയോ ഒന്നും അറിയില്ല. നോക്കാം. ആണ്ടിരിക്കുന്ന ആള് എന്താ അമ്മ ലോട്ടറി തീർന്നില്ലേ? ഇല്ലയോ? ഇല്ല, മനസ്സിലായോ? ഒരുപാട് ആളായി കണ്ടിട്ടില്ലേ? സ്കൂൾ അടച്ച ശേഷം ഇതിലെ വരാറില്ല. ഇപ്പൊ അവിടെ ഇപ്പൊ സ്കൂള് തുറന്നല്ലേ ഉള്ളു, തുടങ്ങിയില്ല. സ്കൂൾ തിങ്കളാഴ്ച പോലാന്ന് തോന്നുന്നു. പിന്നെ എന്തുണ്ട് കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല പോകുന്നു. സന്തോഷം. ഞാൻ ഇങ്ങനെ സൈക്കിളുമായിട്ട് ഇറങ്ങിയതാ. നിങ്ങൾക്ക് എല്ലാരെയും ഒന്ന് കാണണം. അതിനുവേണ്ടി വണ്ടിയെ പോകുമ്പോ ശ്രദ്ധിക്കാതെ പോകും. സൈക്കിളാകുമ്പോ എല്ലാരും ശ്രദ്ധിക്കും. നമ്മളെ അറിയാവുന്ന കൈവൊക്കെ കാണിക്കും. അമ്മ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? പിന്നെ സന്തോഷമല്ലേ? അന്ന് ഞാൻ പോയിട്ട് വരട്ടെ. കണ്ടേ ഒരുപാട് സന്തോഷം. അങ്ങനെ KPSC ജംഗ്ഷൻ എത്തി. കുഴഞ്ഞു കേട്ടോ, വളരെ വെയിലാ. ഇവിടെ കണ്ട കല്യാണ വീട്ടില് ദം ബിരിയാണി എന്ന് പറഞ്ഞ ഒരു ചേച്ചി ഒരു ചേട്ടനുമുണ്ട്. ചോദിക്കാം, അവരെ കൂടെ പരിചയപ്പെടാം. ചിക്കൻ ബിരിയാണി 150, ബീഫ് ബിരിയാണി 160. ഹായ് ചേച്ചി. ഹായ്. എന്താ ബിരിയാണി ഇല്ലേ? ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്. സന്തോഷം. രണ്ടുപേരും പേരെന്ന് പറയോ? നൗഷാദ്, സലീന. എത്ര ആളായി ഇവിടെ കച്ചവടം? 3 മാസം കഴിഞ്ഞ്. കച്ചവടം അങ്ങനെ ഉണ്ട്. നടക്കട്ടെ, ഉഷാറായിട്ട് നടക്കട്ടെ. ഞാൻ സൈക്കിൾ സവാരിയായിട്ട് ഇറങ്ങിയ ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്യുന്ന കേട്ടോ. കണ്ടേ സന്തോഷം. എത്ര മണിയാകുമ്പോൾ വരും ഇവിടെ? 11 മണിയാകുമ്പോൾ. കറക്റ്റ് സ്ഥലം KPSC ജംഗ്ഷൻ അല്ലേ? 11 അവിടെ താമസം ഇല്ലേ? വീട്ടിൽ തന്നെ ചെയ്യുന്നതാണോ? ഓക്കെ. എന്നും 11 മണിയാകുമ്പോൾ വന്നാ. ഞായറാഴ്ച അവധിയൊന്നും ഇല്ലല്ലോ? അവധിയൊന്നും വെള്ളിയാഴ്ച മാത്രം അവധി. ഓക്കെ, സന്തോഷം. പോട്ട് വരട്ടെന്നാ. KPSC ഒരുപാട് കലാകാരന്മാരൊക്കെ വന്നു പോയാ.
അങ്ങനെ നമ്മൾ ഇവിടുന്ന് വീണ്ടും യാത്രയായി. ബസ്സൊക്കെ കിടക്കുന്നു. ഓ കുഴഞ്ഞു കേട്ടോ. പണ്ടൊക്കെ സൈക്കിൾ ഞാനും എൻ്റെ സുഹൃത്ത് സോണിയും ഞാനും കൂടെ ഏറ്റവും കൂടുതൽ സൈക്കിൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് കൂടുതലും സൈക്കിൾ ചവിട്ടുന്നത് ഞാൻ തന്നെ ആയിരുന്നു. കുഴഞ്ഞുവിടം വരെ വന്നപ്പോഴത്തേക്ക് ഓ ഭയങ്കര റോഡിലൊക്കെ നല്ല തിരക്കുവാ. കുഴപ്പമില്ല, എന്നാലും സന്തോഷം. ഒരുപാട് ഇവരെ നമ്മൾ വീഡിയോ ചെയ്തവരെയും ചെയ്യാത്തവരെയും ഒരുപാട് ഇവരൊക്കെ നമ്മളെ കാണുമ്പോൾ കൈയൊക്കെ പൊക്കി കാണിച്ചാ പോകുന്നത്. വീഡിയോ കണ്ടിട്ടുള്ളവരൊക്കെ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. കുഴപ്പമില്ല. ഇതിപ്പം എനിക്ക് തോന്നുന്ന നമ്മുടെ ഇവിടെ എത്തി. ഈ റോഡ് പണിയൊക്കെ കിടക്കൊണ്ട് കറക്റ്റ് നമുക്ക് എല്ലാ സ്പോട്ടും മനസ്സിലാകത്തില്ല. എന്നാലും ഇതെന്റെ ഉദ്ദേശം വെച്ച് നോക്കുകയാണെങ്കിൽ കൃഷ്ണമരം എത്തി. എന്തോ ഞാവൽപ്പഴം. എത്രയാണ് കിലോ? കിലോ 100 രൂപ. കാക്കിലോ 100 രൂപ. ഇത് എവിടുന്ന് കൊണ്ടിരുന്നയാ? തമിഴ്നാട്ടിൽ നിന്നോ? സേലത്തുനിന്നോ കൊണ്ടിരുന്നേ അല്ലേ? കാക്കിലോ 100 രൂപ. അവിടെ കാറുകാരൊക്കെ മേടിക്കുന്നുണ്ട്. അങ്ങനെ ഓച്ചിറ ആകാറായിട്ടുണ്ട്. ഇവിടം വരെ ഒരുപാട് പേരെ കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഇനി ഓച്ചിറ ചെല്ലട്ടെ. അങ്ങനെ ഓച്ചിറ വല്യച്ഛൻ്റെ മണ്ണിലെത്തിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ശിവേലെന്ന് പറഞ്ഞില്ല കേട്ടോ. ഇവിടെ വരെ സൈക്കിൾ ഓട്ടെങ്കിലും കുഴഞ്ഞ് എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു. വന്നപ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സന്തോഷവും ഒരു കുളിർമയും. അകത്ത് നിന്ന് നോക്കാം. അങ്ങനെ ഓച്ചിറ വല്യച്ഛൻ്റെ മണ്ണിലെത്തിയിട്ടുണ്ട്. സൈക്കിൾ ഇവിടെ കൊണ്ടുവച്ചത് ഇത്തിരി സൈക്കിളാണ്. സൈക്കിൾ ഇവിടെ വരെ ചവിട്ടിയെങ്കിലും വലിയ പ്രശ്നമില്ലായിരുന്നു. കുഴഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ സൈക്കിൾ ചവിട്ടി ഇവിടെ വരെ എത്താൻ പറ്റുമെന്ന്. പക്ഷെ ഞാൻ കുഴഞ്ഞതോ വലിയ ക്ഷീണമൊന്നുമില്ല. പക്ഷെ സൈക്കിൾ ചവിട്ടിയപ്പോൾ എല്ലാം ഓർത്തറിയ ഒരു കാര്യമുള്ളൂ. ഞാനും സോണിയും കൂടെ യാത്ര ചെയ്ത കാര്യങ്ങൾ. ആരെയാ മേഡം? ആ മേ എന്താ പറ്റി? ചുമ്മാ നടക്കുവാന്നോ? വെറുതെ നടക്കുവാന്നോ? കുഴപ്പമില്ലേ? കുഴപ്പമൊന്നുമില്ല. വെറുതെ നടക്കുവോ? ഒരു അമ്മയോടെ കിടക്കുന്നുണ്ട്. ചേട്ടൻ എന്താ ചോദിക്കാൻ അങ്ങനെ ചോദിച്ചാ. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അതിൽ ഒരുപാട് സന്തോഷം. ഈ സൈക്കിൾ ചവിട്ടിയ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഓർത്ത സോണിയായിട്ടുള്ള യാത്രയാണ് സൈക്കിളല്ല. ഞങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് അന്ന് സൈക്കിൾ മൊത്തം ചവിട്ടുന്ന ഞാനാ. സോണി ഫ്രണ്ടിൽ ഇരിക്കല്ല, ബാക്കി ഇരിക്കും. അതിൽ ഇവിടെ വന്നപ്പോൾ ഇവിടെ സ്റ്റേജിൽ എന്തൊക്കെയോ പ്രോഗ്രാം നടക്കുന്നുണ്ട്.